നിപിൻ, വലിയ വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. ആ വിജയം യഥാർത്ഥത്തിൽ മുന്നണിക്കകത്ത് തന്നെ ബീഹാറിലും ദേശീയ രാഷ്ട്രീയത്തിലും നിതീഷ് കുമാറിനെ കൂടുതൽ കരുത്തനാക്കുന്നില്ലേ? 2020 BJP NDA അധികാരത്തിൽ വരികയും നിതീഷ് മുഖ്യമന്ത്രിയാവുകയും ചെയ്യുമ്പോഴുണ്ടായിരുന്ന ഒരു നിതീഷ് കുമാർ അല്ല. ആ പാർട്ടി BJPയോളം തന്നെ ഒപ്പത്തിനൊപ്പം എന്ന നിലയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ BJPക്ക് 89, JDUവിന് 85 എന്ന നിലയിലാണ്. വോട്ട് ഷെയർ നോക്കിയാലും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന നിലയിൽ വളരെ കരുത്തനാകുന്നു. നിതീഷ് ഈ തെരഞ്ഞെടുപ്പിലൂടെ NDA മുന്നണിക്കകത്ത് കൂടുതൽ കരുത്തനാകുന്നു എന്നതുകൂടി ബീഹാറിൻ്റെ ഈ ജനവിധി നൽകുന്നുണ്ട്. അങ്ങനെ ഒരു രാഷ്ട്രീയം കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് നിപിൻ. ലല്ലു പ്രസാദ് യാദവിൻ്റെ ജംഗൽ രാജിൽ നിന്ന് കഴിഞ്ഞ 20 വർഷത്തെ NDA സർക്കാർ കാഴ്ചവെച്ച സദ്ഭരണം ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചിരിക്കുന്നു. എവറിത്തിങ് ഫോർ കാസ്റ്റ്, നത്തിങ് ഫോർ സ്റ്റേറ്റ് എന്ന ലല്ലുവിൻ്റെ മുദ്രാവാക്യത്തിൽ നിന്ന് എവറിത്തിങ് ഫോർ സ്റ്റേറ്റ്, ഡെലിവറൻസ് ടു സ്റ്റേറ്റ് എന്ന NDAയുടെ മുദ്രാവാക്യം ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു. നിതീഷ് കുമാറും NDA സർക്കാരും നടപ്പിലാക്കിയ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിരിക്കുന്നു. 5400 പാലങ്ങൾ, 66,000 കിലോമീറ്റർ റോഡ്, 1,28,000 കോടി രൂപ കേന്ദ്ര ബഡ്ജറ്റിൽ ബീഹാറിന് അനുവദിച്ച ബീഹാറിൻ്റെ വിഹിതം, ഇതെല്ലാം ബീഹാറിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നു. ആ മാറ്റങ്ങൾക്ക് അനുകൂലമായി ജനങ്ങൾ വോട്ട് ചെയ്തിരിക്കുന്നു. 125 എന്ന ടാലിയിൽ നിന്ന് 202ലേക്ക് NDA എത്തി നിൽക്കുന്നു. ജനങ്ങൾ കോൺഗ്രസിനെ ബീഹാറിൽ നിന്ന് പൂർണ്ണമായി തുടച്ചു നീക്കിയിരിക്കുന്നു. ഇതാണ് ഇന്ന് ഭാരതം കണ്ടത്. ഇത് ഭാരതം ഒട്ടാകെ മറ്റ് സ്റ്റേറ്റുകളിലേക്കും ഇത്തരം റിസൾട്ടുകൾ പടരും. ലോകാരാധ്യനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ജനങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് ഇതുതന്നെയാണ്. ഹരിയാനയിലെ വിജയം, മഹാരാഷ്ട്രയിലെ വിജയം, ഡൽഹിയിലെ ഒരുപാട് കാലത്തിന് ശേഷം ജനങ്ങൾ ഡൽഹിയിൽ BJPക്ക് തന്ന വിജയം, ബീഹാറിൽ തുടരുന്ന വിജയം, ഇതെല്ലാം സൂചിപ്പിക്കുന്നത് നരേന്ദ്രമോദി സർക്കാരിൻ്റെ പോപ്പുലാരിറ്റിയാണ്. നരേന്ദ്രമോദിയെ ജനങ്ങൾ രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നു. ആ വികസനം, കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന വികസനം ബീഹാറിലും വേണം. ബീഹാറിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റം തുടരണമെന്ന് ജനങ്ങൾ വിധി എഴുതിയിരിക്കുന്നു. കോൺഗ്രസ് വോട്ട് ചോരി എന്ന് പറഞ്ഞ ക്യാമ്പയിൻ ജനങ്ങൾ തള്ളിക്കളഞ്ഞിരിക്കുന്നു. വോട്ട് ചോരി ഞാൻ പറഞ്ഞു തീർക്കട്ടെ. വോട്ട് ചോരി അതിലേക്ക് വരാം. നിപിൻ, ഇത് പറയുമ്പോഴും ബീഹാറിന്റെ ഒരു രാഷ്ട്രീയ അസ്തിത്വത്തിൽ നിന്നുള്ള വിജയം എന്ന നിലയിലല്ലേ, ബീഹാറിന്റെ രാഷ്ട്രീയ അസ്തിത്വത്തിൽ നിന്നുള്ള നിതീഷിൻ്റെയും ആ നിലയിലുള്ള ഒരു ബീഹാറിൻ്റെയും വിജയം എന്ന നിലയിലല്ലേ നിതീഷ് ഇതിനെക്കുറിച്ച് പ്രതികരിച്ചതിൽ വന്നിട്ടുള്ളതും തെളിഞ്ഞു നിൽക്കുന്നതുമായ ഒരു സാഹചര്യം? താങ്കൾ പറഞ്ഞതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ കയ്യേറ്റ സഹായമുണ്ട്, വലിയ പാക്കേജുകൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ബീഹാറിൽ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ മറ്റ് സംസ്ഥാനങ്ങളിൽ, മറ്റ് വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സംഘ് പരിവാർ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തിൽ നിന്ന് ഭിന്നമായി നിതീഷിലൂടെ NDA അവതരിപ്പിക്കുന്ന രാഷ്ട്രീയത്തിൻ്റെ ഒരു വിജയം എന്ന നിലയ്ക്കല്ലേ നിതീഷ് ഇതിനെ കാണുന്നത്? 2005 ആദ്യ NDA സർക്കാർ വരുമ്പോൾ നമുക്കുണ്ടായിരുന്ന ബീഹാർ സ്റ്റേറ്റിൽ പ്രതിവർഷം 1,20,000 കൊഗ്നൈസബിൾ ഒഫൻസുകൾ രജിസ്റ്റർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റായിരുന്നു. ലല്ലു പ്രസാദ് യാദവിൻ്റെ ജംഗൽ രാജ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റേറ്റായിരുന്നു. ആ സ്റ്റേറ്റിൽ നിന്ന് ഇപ്പോഴുള്ള ബീഹാറിലേക്ക് മാറ്റം പ്രതികരണത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് വിജയത്തിന് ശേഷമുള്ള നിതീഷിന്റെ പ്രതികരണം നൽകുന്ന ഒരു സൂചനയെക്കുറിച്ചാണ് ഞാൻ ചോദിച്ചത്. അല്ല, ഞാൻ അതിലേക്കാണ് വരുന്നത്. നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി നടത്തിയ ജനോപകാരപ്രദമായ പദ്ധതികൾ ജനങ്ങൾ നെഞ്ചിലേറ്റിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതിയാണ് 10,000 രൂപ ചെറുകിട വ്യവസായങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് 75 ലക്ഷം നേരിട്ട് അക്കൗണ്ടിലേക്ക് കൊടുത്തു. ഞാൻ പറഞ്ഞത് നിതീഷ് ഈ വിജയത്തിന് കൊടുക്കുന്ന ഒരു പാറ്റേൺ അല്ല, അദ്ദേഹത്തിൻ്റെ റിയാക്ഷൻ, അദ്ദേഹം അതിന് കൊടുക്കുന്ന പ്രാധാന്യം എന്ന് പറയുന്നത് നിങ്ങളത് കേന്ദ്രത്തിലേക്കും മോദിയിലേക്കും വെക്കാൻ ശ്രമിക്കുമ്പോൾ നിതീഷ് ബീഹാറിൽ തന്നെ നിർത്തുന്ന ബീഹാറിൻ്റെതായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ വിക്ടറിയിൽ നിന്നിട്ട് തന്നെയാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ആ വ്യത്യാസം പ്രതികരണങ്ങളിൽ ഉണ്ടെന്നാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ടാണല്ലോ ഞങ്ങൾ അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. ശരി, ഓക്കെ, അത് ശരിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. അതെ, അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തെ പൂർണ്ണമായും ഞങ്ങൾ അംഗീകരിക്കുന്നു. സീറ്റ് ഷെയറിങ്ങിൽ
101 സീറ്റിൽ BJPയും 101 സീറ്റിൽ JDU ആണ് മത്സരിച്ചത്. ഓക്കെ, അതൊക്കെ ശരി തന്നെ. അതിലൊന്നും ആർക്കും തർക്കമില്ലല്ലോ. നിപിൻ, ഞാൻ വരാം. അത് അങ്ങനെ തന്നെയാണ്. ക്രെഡൻഷ്യൽസും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. ഞാൻ അതിന്റെ ക്രെഡൻഷ്യൽസും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. 90% സ്ട്രൈക്ക് റേറ്റ്, 90 to 92% സ്ട്രൈക്ക് റേറ്റ് ആണ് BJP അവിടെ കാഴ്ചവെച്ചത്. ആ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് കുറച്ച് താഴെയാണ് JDUവിന്റെ പെർഫോമൻസ്. ആ സ്ട്രൈക്ക് റേറ്റിൽ നിന്ന് കുറച്ച് താഴെയാണ് JDUയുടെ പെർഫോമൻസ്. അത്രക്കില്ല നിപിൻ. ഏതായാലും അവിടെ നിൽക്കട്ടെ.